അതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബ് 3:25. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു എന്നുള്ള വചനമാണ്. ഭക്തിയോടും നിഷ്കളങ്കതയോടും നേരോടും വിശ്വസ്തയോടുമൊക്കെ ദൈവത്തെ സേവിച്ചിരുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്ന ഒരു ഘടകം താൻ ഭയശാലിയായിരുന്നു, താൻ ഭയമുള്ളവനായിരുന്നു എന്നുള്ളതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ തലമുറകൾ ദൈവത്തിങ്കൽ നിന്ന് അന്യപ്പെട്ട് ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് പാപം ചെയ്തു കളയുമെന്നോർത്ത് ഭയപ്പെട്ടിരുന്നതായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ആ ഭയമാണ് തൻ്റെ ജീവിതത്തിനകത്ത് പിന്നത്തേതിൽ തൻ്റെ തലമുറകളുടെ നഷ്ടത്തിനും തൻ്റെ സാമ്പത്തിക നഷ്ടങ്ങൾക്കും തൻ്റെ ശാരീരിക പ്രതിസന്ധികൾക്കും കാരണമായി തീർന്നത് എന്ന് പരിശുദ്ധാത്മാവ് തന്നെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് താൻ പറയുന്നത്, ഞാൻ പേടിച്ചു, അതെനിക്ക് ഭവിച്ചു എന്ന് പറയുകയാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കും, അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റുപോലെ വരും, നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റുപോലെ വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഭയം നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നുകൂടിയാൽ ആ ഭയം നമ്മെ നാശത്തിലേക്കും നഷ്ടങ്ങളിലേക്കും വേദനകളിലേക്കും എത്തിക്കുമെന്നും അങ്ങനെ ഭയത്തോടുകൂടി ജീവിക്കുവാൻ നിങ്ങൾക്കിടവരരുതെന്നും എൻ്റെ ജീവിതത്തിനകത്തെ ഭയമാണ് എൻ്റെ ജീവിതത്തെ നശിപ്പിച്ചതെന്നും ഇയ്യോബ് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മോട്. ഭയത്തോടുകൂടി ദൈവത്തെ സേവിക്കുന്നതായ ഓരോ വ്യക്തികളോടും ഇയ്യോബിന് പറയുവാനായിട്ടുള്ള വാക്കെന്താണെന്ന് ചോദിച്ചാൽ, ഭയപ്പെട്ട് നിങ്ങൾക്കൊരിക്കലും മുൻപോട്ട് പോകാൻ സാധിക്കരുത്, നിങ്ങൾ ധൈര്യത്തോടുകൂടി മുൻപോട്ട് പോകാൻ ഉത്സാഹിക്കണം എന്നുള്ള പദമാണ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ അമിതമായിട്ടുള്ള ഭയവും ഭീരുത്വവും തന്നെ കടന്നുപിടിക്കുവാനിടയായി. ആ സമയത്ത് സർവശക്തിയുള്ള ദൈവം യാക്കോബിനോട് പറഞ്ഞത് എന്താണ്? യെശയ്യാവ് 43:1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുകയാണ്, ഇപ്പോഴും യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർച്ചിൽ വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി കടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല എന്ന് പറയുന്നതായ വാക്കുകളാണ്. ക്രിസ്തീയ ജീവിത യാത്രയിൽ മുൻപോട്ട് കടന്നു പോകുന്നതായ ഒരു ഭക്തൻ്റെ ജീവിതത്തിനകത്ത് അവൻ്റെ തലയ്ക്ക് മീതെ വെള്ളം പൊങ്ങിയെന്നു വരാം, അഗ്നിജ്വാലയിൽ വെന്തുപോകുമോ എന്ന് ഭയപ്പെടുന്ന രംഗങ്ങൾ കടന്നു വന്നെന്നു വരാം, രോഗങ്ങളും ദുഃഖങ്ങളും നിന്ദകളും പഴികളും പരിഹാസങ്ങളും അപമാനങ്ങളും ഇല്ലായ്മകളും ഒക്കെ ജീവിതത്തിനകത്ത് കടന്നു വന്നെന്നു വരാം. പക്ഷേ അവിടെയൊന്നും നാം ഭയപ്പെടുന്നവരായിട്ടല്ല, നാം ധൈര്യത്തോടുകൂടി എന്നെ ശക്തനാക്കുന്നവൻ എന്നോട് കൂടെയുണ്ടെന്നും ഞാൻ സകലത്തിലും ശക്തനാകുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിക്കണമെന്നുള്ളതാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് താൻ ഭയപ്പെട്ടത് തനിക്ക് സംഭവിക്കപ്പെട്ടു. ഭയപ്പെടുന്ന കാര്യം കൊടുങ്കാറ്റ് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ബുദ്ധിമാനായ ജ്ഞാനിയായ ശലോമോൻ നമ്മോട് പറഞ്ഞു. യാക്കോബിൻ്റെ ജീവിതത്തിനകത്ത് ഭയം തന്നെ വേട്ടയാടുന്നു എന്ന് കണ്ടപ്പോൾ സർവശക്തിയുള്ള ദൈവം തന്നോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ടെന്ന്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഒന്നിനെ ചൊല്ലിയും ഭയപ്പെടുന്നവരായിട്ടല്ല, ധൈര്യത്തോടെ മുൻപോട്ട് പോകുന്നവരായി നമുക്ക് തീരാം. അത് നമുക്ക് ശക്തിയും ബലവുമായി തരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിന് ഉത്സാഹിക്കാം. ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ, അനുഗ്രഹങ്ങൾ, നന്മകൾ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ഭയപ്പെടുന്നവരായിട്ടല്ല,
ഭയപ്പെട്ട് യോബിന് ഭവിച്ചതുപോലെ നാശം ഭവിപ്പാനിടയാകാതെ ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ടെന്നും ദൈവശബ്ദം കേട്ട് ധൈര്യത്തോടെ യാക്കോബ് മുൻപോട്ട് പോയതുപോലെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.